മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ. യേശുവിൻ്റെ ശിഷ്യരായ 72 പേർ സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശത്രുക്കളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു എന്നതാണെന്ന് കർത്താവായ യേശു നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എന്തെന്നാൽ നാം കർത്താവിൻ്റെ ദൗത്യം ചെയ്യുവാൻ വേണ്ടി, അതാണ് 72 പേർ മടങ്ങുന്നു എന്നത് സുവിശേഷത്തിനായിട്ട് യേശു അയച്ച വ്യക്തികൾ. അവർക്ക് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് തന്നെയാണ് അവരയക്കുന്നത്. അവർ സ്വർഗരാജ്യത്തിന് അവകാശം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞ്, നമ്മുടെ മനസ്സിൽ നിറഞ്ഞ് ദൈവത്തിന് വേണ്ടി മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. ആർക്കും അവരെ ഉപദ്രവിക്കാൻ പറ്റില്ല. അതായത് സ്വർഗരാജ്യം ഇല്ലാതാക്കുവാൻ അവർക്ക് ആർക്കും സാധിക്കില്ല. അത് കരസ്ഥമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലോക ജീവിതത്തിൽ കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ആ മഹത്വത്തിലേക്ക് നാം എത്തിച്ചേരുവാനായിട്ടുമാണ്. ആയതിനാൽ ഈ ലോകത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മുടെ കർത്താവിന് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ വേണ്ടി ശ്രമിക്കണം. അതിനുള്ള കൃപകൾ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.